നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് പ്രമോഷൻ ലഭിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെ സ്പാർക്കിലൂടെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ പ്രമോഷൻ്റെ പേ ഫിക്സേഷൻ എങ്ങനെ സ്പാർക്കിലൂടെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ജീവനക്കാരൻ്റെ സർവീസ് ഹിസ്റ്ററി എഡിറ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും ഈ ക്ലാസ് പരമാവധി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായി ഞാനിപ്പോൾ ഒരു DDO ലോഗിനിലാണ് നിൽക്കുന്നത്. ഈ ജീവനക്കാരൻ്റെ നമ്മൾ പ്രമോഷൻ ഓർഡർ സ്പാർക്കിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ സർവീസ് മാറ്റേഴ്സിലാണ് നമ്മൾ വരേണ്ടത്. സർവീസ് മാറ്റേഴ്സിൽ പ്രമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്ന് പറയുന്നൊരു മെനു ഉണ്ട്. അതിൽ നിന്നും എൻ്റർ പ്രമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് നോൺ ഗസറ്റഡ് എന്നതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേ കണക്ക് തന്നെ ആക്ഷൻ അവിടെ പ്രമോഷനാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതില്ല. അതിനുശേഷം ടൈപ്പ് എന്ന ആ ഒരു ഭാഗത്ത് നോൺ ഗസറ്റഡ് ടു നോൺ ഗസറ്റഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രമോഷൻ ഓർഡർ നമ്പർ, അതായത് ഈ വ്യക്തിയുടെ പ്രമോഷൻ ഓർഡറിൻ്റെ ആ ഒരു പ്രൊസീഡിങ്സിൻ്റെ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. തൊട്ട് താഴെ പ്രമോഷൻ ഓർഡർ ഡേറ്റ് എൻ്റർ ചെയ്യാനുണ്ട്. അവിടെ ആ ഒരു പ്രമോഷൻ ഓർഡറിൻ്റെ നമ്മളുടെ ആ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഡേറ്റ് നമ്മളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴോട്ട് വന്ന് നമ്മളുടെ ഫ്രം ഓഫീസുണ്ട്. ഈ വ്യക്തി ഒരു ഓഫീസിൽ നിന്നും പ്രമോഷനായി മറ്റൊരു ഓഫീസിലോട്ടാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പം ആ ജീവനക്കാരൻ നിലവിൽ ജോലി ചെയ്തിരുന്ന ഓഫീസ്, നിലവിൽ ജോലി ചെയ്തു വരുന്ന ഓഫീസാണ് നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ നിന്നും നമ്മളുടെ ആ ഒരു ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻ. ഈ വ്യക്തി ഏത് തസ്തികയിൽ നിന്നും ഏത് തസ്തികയിലോട്ടാണ് പ്രമോഷനായി പോകുന്നത്. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലോട്ടാണ് പ്രമോഷനായി പോകുന്നത്. അപ്പം നിലവിലെ തസ്തികയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനവിടെ ക്ലർക്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും ആ ഒരു ക്ലർക്ക് തസ്തികയിലുള്ള ജീവനക്കാരുടെ അവിടുന്ന് പെന്നും പേരും അവിടെ നമുക്ക് ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന്, ആ പെന്നെന്ന് പറയുന്ന മെനുവിന് താഴെയുള്ള ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഏത് ജീവനക്കാരനാണോ ഇവിടെ പ്രമോഷൻ ലഭിച്ചത് ആ ജീവനക്കാരൻ്റെ പേര് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് സർവീസ് കാറ്റഗറി അവിടെ ഡിഫോൾട്ടായിട്ട് സ്റ്റേറ്റ് സബോർഡിനേറ്റ് എന്ന് വരും. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വരുന്നത്. കാര്യം ഇത് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള പ്രമോഷനാണല്ലോ. അതിനുശേഷം ഓഫീസ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം ഏത് ജില്ലയിലോട്ടാണ് ഈ വ്യക്തി ട്രാൻസ്ഫർ ആകുന്നത്, അതായത് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പം ഇത് നമ്മൾ ആ ഒരു ജില്ല ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ജില്ലയിലുള്ള ഓഫീസൊക്കെ ആ ഒരു സെലക്ട് എന്ന ഭാഗത്തു നിന്നുള്ള ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇൻ കേസ് ഒരുപാട് ഓഫീസുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് തൊട്ട് താഴെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ഒരു ഓഫീസിൻ്റെ, അതായത് ട്രാൻസ്ഫറായി പോകുന്ന ഓഫീസിൻ്റെ ഒരു പേര് ജസ്റ്റ് 1-2 വേർഡ് ടൈപ്പ് ചെയ്താൽ മതിയാകും. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ആ സെർച്ച് കൊടുക്കും. സെർച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു പേരിനോട് സാമ്യമുള്ള ഓഫീസുകൾ മാത്രമേ അവിടുന്ന് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൽ നിന്നും ഈ ഒരു ഓഫീസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സർവീസ് കാറ്റഗറി 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും ഇത് സ്റ്റേറ്റ് സബോർഡിനേറ്റ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് സബോർഡിനേറ്റ് സെർച്ച് ചെയ്ത് അവിടെ ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഡെസിഗ്നേഷൻ എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വ്യക്തി ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലോട്ടാണ് പ്രൊമോഷൻ ആകുന്നത്. ആ ഒരു ഭാഗത്ത് ഞാൻ ആ സീനിയർ ക്ലർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം, ഡെസിഗ്നേഷൻ ഒന്നും മാറിപ്പോകരുത്. അതിനുശേഷം എഫക്റ്റീവ് ഡേറ്റ്, ഈ ഒരു വ്യക്തിക്ക് നമുക്ക് കിട്ടിയ ആ ഒരു പ്രൊമോഷൻ ഓർഡറിൽ ഈ വ്യക്തിക്ക് ഒരു ഇന്ന തീയതി പ്രാബല്യത്തിലാണ് പ്രൊമോഷൻ കൊടുത്തിരുന്നത്. ഇവിടെ 1/11/2025 ആ ഓർഡറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് കൊടുത്തത്. മറ്റ് ചില പ്രമോഷനുകൾക്ക്, സാധാരണഗതിയിലുള്ള പ്രമോഷനുകൾക്കെല്ലാം എന്നാണോ ഈ വ്യക്തി അവിടെ പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത് ആ ഒരു തീയതി പ്രാബല്യത്തിലായിരിക്കും പേ ഫിക്സേഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ നേച്ചർ ഓഫ് ഡ്യൂട്ടിയിലൊന്നും വ്യത്യാസമില്ല. ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലോട്ടാണ്. അപ്പം ഈ വ്യക്തിക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ അത് രേഖപ്പെടുത്തുന്നത്. അത് നിങ്ങളുടെ ഉത്തരവ് പരിശോധിച്ച്, ആ ഒരു നടപടി തീർപ്പ് പരിശോധിച്ച് ഉചിതമായ തീയതി നിങ്ങളവിടെ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം റിമാർക്സ് എന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ പ്രമോഷൻ എന്തായാലും ജസ്റ്റ് അവിടെ കൊടുക്കുക. അതിനുശേഷം വലതുവശത്ത് പോയിട്ട് അവിടെ ഇൻസേർട്ട് ഉണ്ട്. അവിടെ ആ ഒരു ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ ഓർഡർ ഇൻസേർട്ട് ആവുന്നതാണ്. അതിൻ്റെ ഒരു മെനു
പോപ്പപ്പ് മെസ്സേജൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ കഴിയും. ഇനി താഴോട്ട് വന്ന് അവിടെ ഒരു ഓപ്ഷനുണ്ട് ഗവൺമെൻറ് ഓർഡേഴ്സ് റീഡ് വിത്ത്. അവിടെ നമുക്ക് എന്തെങ്കിലും രേഖപ്പെടുത്തണമെങ്കിൽ ചെയ്യാം. അത് ഗവൺമെൻറ് ഓർഡറാണ്. ഇവിടെ ഗവൺമെൻറ് ഓർഡറൊന്നുമില്ല. വേണമെങ്കിൽ നമ്മുടെ ഒരു പ്രൊസീഡിങ്സ് ആ ഒരു നമ്പർ നിങ്ങൾക്ക് അവിടുന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ഓർഡർ ടു ബി കൺവേർഡ് ടു നമ്മൾ ആ ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓഫീസിൻ്റെ പേര് അവിടെ രേഖപ്പെടുത്തുക. ഇനി ഒന്നും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വലതുവശത്തുള്ള പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ആ ഒരു വ്യക്തിയുടെ പേരും കൂടെ ട്രാൻസ്ഫറായി പോകുന്ന വ്യക്തിയുടെ പേരും കൂടെ ഞാനവിടെ എൻ്റർ ചെയ്യുകയാണ്. അത് എൻ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. അതിനുശേഷം ആ ഒരു കൺഫേമിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഓർഡർ കൺഫേം ആകുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചുറപ്പിക്കുക. ഞാനിവിടെ കൺഫേം കൊടുത്തു. അപ്പം ഓർഡർ ഇതായിട്ടുണ്ട്. ഡേറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും സർവീസ് മാറ്റേഴ്സിൽ വരിക. പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷനിൽ വന്നതിന് ശേഷം നമ്മൾ ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം റിലീവ് ഓൺ പ്രൊമോഷൻ എന്ന ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക. റിലീവ് ഓൺ പ്രൊമോഷനിൽ വന്ന് ഈ വ്യക്തിയെ നമ്മൾ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മളവിടെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, എംപ്ലോയി എന്ന ഭാഗത്ത് ഈ എംപ്ലോയിയുടെ പേര് ലിസ്റ്റ് ചെയ്യും. അവിടുന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുക. കുറേ കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് വരും. ഇവിടെ നമ്മൾ വ്യക്തമായും പരിശോധിച്ച് മാത്രമേ ആ ഒരു റിലീവിങ് ഡേറ്റൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. പിന്നീട് അവിടെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ റിലീവിങ് ഡീറ്റെയിൽസൊക്കെ അടിക്കുമ്പം നോക്കി നമ്മളെ ഫയലൊക്കെ പരിശോധിച്ച് എന്നാണോ ഈ ജീവനക്കാരനെ റിലീവ് ചെയ്തത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നോക്കി എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അവിടെ ആ ഒരു റിലീവിങ് ഡേറ്റ് നമ്മളവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം FN ആണോ AN ആണോ എന്ന് നിർബന്ധമായിട്ടും നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയെ 16/4/2026 AN ആണ് റിലീവ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൊട്ട് വലതുവശത്ത് ആ ഒരു റിലീവിങ് ഓർഡർ നമ്പരും എൻ്റർ ചെയ്യണം. തൊട്ട് താഴെ ജോയിനിങ് ടൈം നമ്മളിവിടെ ഈ വ്യക്തിക്ക് 7 ദിവസം എലിജിബിളാണ്. അതുകൊണ്ട് നമ്മളവിടെ 7 ദിവസം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് മിനിമം 6 ദിവസം പ്രിപ്പറേഷൻ, പിന്നീട് ഇത് 15 കിലോമീറ്ററോളേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ദിവസമേ ജേർണി ടൈം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ പരമാവധി 7 ദിവസം എന്ന് എഴുതിയത് അവിടെ. അതിന് തൊട്ട് താഴെയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ അതിന് ശേഷം കൺഫേം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ എന്ന ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ വ്യക്തി നമ്മുടെ ഓഫീസിൽ നിന്നും റിലീവ് ആകുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വിവരങ്ങളെല്ലാം കൃത്യമായിട്ടും കറക്റ്റാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തി നമ്മുടെ ഓഫീസിൽ നിന്നും റിലീവ് ആയിട്ടുണ്ട്. ഡേറ്റ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നൊരു മെസ്സേജൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി ഈ വ്യക്തി റിലീവ് ചെയ്യുന്നു, പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. ആ ഒരു വിവരങ്ങളും കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വ്യക്തി പുതുതായി ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസിലെ DDOയുടെ ലോഗിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അതിനകത്ത് ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇത് ഈ വ്യക്തി പ്രൊമോഷനായി പോകുന്ന ഓഫീസിലെ DDO ലോഗിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ ഒരു ഓഫീസിലെ DDO ലോഗിൽ കയറി സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്ന ഭാഗത്തിൽ ജോയിൻ ഓൺ പ്രൊമോഷൻ എന്ന മെനുവിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു മെനുവിലൂടെയാണ് നമ്മൾ ഈ ഒരു ജീവനക്കാരനെ പുതിയ ഓഫീസിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും തൊട്ട് താഴെ ഓഫീസ് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ വലതുവശത്തായിട്ട് ഇതേ കണക്ക് ട്രാൻസ്ഫറായി വന്ന് കിടക്കുന്ന, ട്രാൻസ്ഫറാക്കി വിട്ട ഈ ഓഫീസിലോട്ട് ട്രാൻസ്ഫറായി വിട്ട എംപ്ലോയീസിൻ്റെ പേരൊക്കെ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ നിന്നും ഈ ജീവനക്കാരൻ്റെ പേര് നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു സെലക്ട് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ജീവനക്കാരൻ്റെ വിവരങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കാണാം. ജീവനക്കാരൻ്റെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഓഫീസിൽ നിന്നാണ് റിലീവ് ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റിലീവിങ് ഡേറ്റും ആ ഒരു ജേർണി ടൈമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ അതിന് താഴെയുള്ള ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ന്യൂ ഓഫീസ് ആയ ഒരു ഭാഗത്ത് നമ്മൾ ഈ ജീവനക്കാരൻ എന്നാണോ നമ്മളെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തത് ആ ഒരു തീയതി നമ്മളവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഈ ഒരു വ്യക്തി ജോയിൻ ചെയ്തതെന്ന് പറയുന്നത് 23/4/2026 FN ആണ്. അത് നമ്മളവിടെ രേഖപ്പെടുത്തുന്നു. അതിന് താഴെയുള്ള ഡേറ്റ് ടിൽ സാലറി ടു ബി ഡ്രോൺ ആസ് പെർ റേറ്റ്സ് ഇൻ പ്രീവിയസ് ഓഫീസ് അവിടെ നമ്മൾ ഒന്നും തന്നെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. അതിനുശേഷം ആ ഒരു ന്യൂ ബേസിക് പേ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 32,000 ആണ് കിടക്കുന്നത്. കാര്യം ഈ ജീവനക്കാരൻ പ്രൊമോഷൻ
കൊടുത്തു വിട്ടതേ ഉള്ളൂ. നമ്മൾ പേ ഫിക്സേഷൻ ചെയ്തിട്ടില്ല. ഇനിയാണ് നമ്മൾ പേ ഫിക്സേഷൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പഴയ ബേസിക് പേ ആണ് ഇവിടെ കിടക്കുന്നത്. അത് 32,000 രൂപയാണ്. അതിനുശേഷം ന്യൂ സെക്ഷൻ എന്ന ഭാഗത്ത് നമ്മൾ ഒന്നും തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ന്യൂ കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണ്. അത് നമ്മൾ മാറ്റി കൊടുക്കണ്ട. അതിനുശേഷം ബിൽ ടൈപ്പ്, ഈ ജീവനക്കാരനെ ഏത് ബിൽ ടൈപ്പിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഞാനിവിടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അക്വിറ്റൻസ് ടൈപ്പ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആ ഒരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ജീവനക്കാരൻ ഈ ഒരു ഓഫീസിലോട്ട് ജോയിൻ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത്, നമ്മളൊരു ജീവനക്കാരൻ്റെ പ്രൊമോഷൻ ഓർഡർ എൻ്റർ ചെയ്തു. ആ ജീവനക്കാരനെ നമ്മൾ പഴയ ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്തു. നമ്മളിപ്പം നിൽക്കുന്നത് പുതിയ ഓഫീസിൻ്റെ DDO ലോഗിലാണ്. ഈ ജീവനക്കാരനെ പുതിയ ഓഫീസിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ ജീവനക്കാരൻ ട്രാൻസ്ഫർ ആയിട്ട് വന്നതല്ല, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ ഈ ജീവനക്കാരൻ്റെ പേ ഫിക്സേഷനും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മെനു എന്ന് പറയുന്നത് സർവീസ് മാറ്റേഴ്സിലാണ്. സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്ന ഒരു മെനുവിൽ നിന്നും നമ്മൾ താഴോട്ട് വരുമ്പോഴേക്കും പേ ഫിക്സേഷൻ ഓൺ പ്രൊമോഷൻ എന്ന് കണ്ടോ? ആ ഒരു മെനുവിലൂടെയാണ് നമ്മൾ പേ ഫിക്സേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നു. അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേപോലെ തന്നെ എംപ്ലോയി, ഏത് എംപ്ലോയി ആണുള്ളത് ആ ഒരു ജീവനക്കാരൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ജീവനക്കാരൻ്റെ ഡെസിഗ്നേഷനും പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസും ഒക്കെ കാണാം. അതിൻ്റെ വലതുവശത്തുള്ള ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ജീവനക്കാരൻ്റെ കറണ്ട് ഡീറ്റെയിൽസും എൻ്റർ ന്യൂ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ആ എൻ്റർ ന്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്തുനിന്ന് പരിശോധിക്കുക. ന്യൂ ഡെസിഗ്നേഷൻ സീനിയർ ക്ലർക്കായിട്ടുണ്ട്. ന്യൂ കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ്, പ്രൊമോഷൻ ഓർഡറും പ്രൊമോഷൻ ഓർഡർ ഡേറ്റും ഒക്കെ വന്നു. സീരിയൽ നമ്പർ. അതിനുശേഷം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രൊമോഷൻ എഫക്റ്റീവ് ഫ്രം എന്നുള്ള ഡേറ്റിൽ ഈ ജീവനക്കാരൻ ഈ ഒരു പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത തീയതിയാണ് കിടക്കുന്നത്. അതായത് 23/4/2026 ഈ ജീവനക്കാരൻ പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തത്. അപ്പം പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ജീവനക്കാരൻ്റെ പ്രൊമോഷൻ ഓർഡർ എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ജീവനക്കാരൻ 1/11/2025 പ്രാബല്യത്തിലാണ് സീനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ ലഭിച്ചത് എന്ന്. പക്ഷേ സ്പാർക്കിൽ അങ്ങനെ വരത്തില്ല. പ്രീവിയസ് ഡേറ്റ് വരത്തില്ല. എന്നാണോ പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത് ആ രീതിയിലാണ് സ്പാർക്കിൽ അത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് നമ്മളിപ്പം ഇവിടെ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഈ ഒരു സംഭവം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നല്ലാതെ നിലവിൽ നമുക്ക് നിവൃത്തിയില്ല. ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സർവീസ് ഹിസ്റ്ററി പോയി എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീവനക്കാരൻ്റെ വിത്ത് എഫക്റ്റ് ഡേറ്റ് ആ തീയതിയിലോട്ട് മാറ്റി ഈ ജീവനക്കാരന് അരിയർ നമുക്ക് എടുത്ത് കൊടുക്കുവാൻ കഴിയും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ നമുക്കെല്ലാം അറിയാം ജോയിൻ ചെയ്യുന്ന തീയതി തൊട്ടൊക്കെയായിരിക്കും നമുക്ക് മോണിറ്ററി ബെനിഫിറ്റൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് നേച്ചർ ഓഫ് ഡ്യൂട്ടിയിൽ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ക്ലർക്കിൽ നിന്നും സീനിയർ ക്ലർക്കിലോട്ടാവുന്ന ഒരു വ്യക്തിക്ക് മുൻകാല പ്രാബല്യത്തിൽ നമുക്ക് പ്രൊമോഷൻ കൊടുക്കാനും അദ്ദേഹത്തിന് അതിന് മുമ്പുള്ള 1 വർഷം വരെയുള്ള അരിയർ എടുക്കാനും പറ്റുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് അറിവിനായിട്ട് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് പ്രൊമോഷൻ എഫക്റ്റീവ് ഫ്രം എന്നുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ തിരുത്താൻ പറ്റത്തില്ല. ജസ്റ്റ് അത് നമ്മളൊന്നും തിരുത്തുന്നതുമില്ല. അതിനുശേഷം നമ്മൾ തൊട്ട് താഴോട്ട് വന്ന് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്ന് കണ്ടോ? ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്നത് നമ്മൾ അതിൽ നിന്നും റെഗുലർ പ്രൊമോഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊമോഷൻ റൂള് നമ്മൾ റൂൾ 28A റെഗുലർ റേഷ്യോ പ്രൊമോഷൻ റൂൾ 28A പ്രകാരമാണ് നമുക്ക് ഈ പ്രൊമോഷൻ കിട്ടുന്ന ഈ ഒരു കേസിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് തൊട്ട് താഴെ ന്യൂ ബേസിക് പേ 35,600 നമ്മൾ പറഞ്ഞു മുമ്പേ 32,000 ആയിരുന്നു. ഇപ്പം കറക്റ്റാണ്. ഈ വ്യക്തിക്ക് 2 ഇൻക്രിമെൻറ്റ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സീനിയർ ക്ലർക്കിൻ്റെ ഇതിൽ വന്ന് ഫിക്സ് ചെയ്തു 35,600 ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിത്ത് എഫക്റ്റ് ഫ്രം 23/4/2026 അത് നമുക്ക് പിന്നീട് അത് തിരുത്തി കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഈ ഓർഡറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ടൈപ്പ് ഓഫ് പ്രൊമോഷനും പ്രൊമോഷൻ റൂളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. പ്രൊമോഷൻ്റെ കേസിലൊക്കെ റൂൾ 28A ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിതൊക്കെ ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ഒരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് പേ ഫിക്സേഷൻ ആ ഒരു കൺഫേം ആകുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ ജീവനക്കാരൻ്റെ സർവീസ് ഹിസ്റ്ററി എഡിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വിത്ത് എഫക്റ്റ് ഡേറ്റ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ബാക്കി തുടർന്നുള്ള ക്ലാസ് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ജീവനക്കാരൻ്റെ കുറച്ച് വിവരങ്ങൾ നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്യണം.
അപ്പം ഞാനത് അൺലോക്ക് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന മെനുവിലാണ് വരുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ അൺലോക്ക് എംപ്ലോയി റെക്കോർഡ് എന്ന ഭാഗത്ത് നിന്നും അൺലോക്ക് റിക്വസ്റ്റ് അതിൽ നമ്മൾ റിക്വസ്റ്റ് ഇടുക. അപ്പം നമ്മൾ അതിന് ശേഷം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേപോലെ തന്നെ ഏത് എംപ്ലോയിയുടെയാണോ വിവരങ്ങൾ നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടത് ആ എംപ്ലോയിയെ നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ആ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏതൊക്കെ വിവരങ്ങളാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ചെയ്യണം. അതേപോലെ തന്നെ പ്രസൻറ്റ് സാലറി നമ്മൾ അൺലോക്ക് ചെയ്യണം. അത് നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് ഒരു റിമാർക്സ് എൻ്റർ ചെയ്യാനുള്ള ഇതുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാനിവിടെ ടു എഡിറ്റ് എന്ന് കൊടുക്കുകയാണ്. 2 ഭാഗത്തും ഞാനത് കൊടുത്തതിന് ശേഷം ഫോർവേഡ് ഫോർ അപ്രൂവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്രൂവ് ചെയ്യണം. അതിലും ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്സിൽ അൺലോക്ക് അപ്രൂവലിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിലും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേ കണക്ക് തന്നെ എംപ്ലോയി ഏതാണോ സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ അപ്രൂവൽ റിജക്ഷൻ കമൻറ്റ്സ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു 2 പ്രസൻറ്റ് സാലറിയും സർവീസ് ഹിസ്റ്ററിയും ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ടിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഒരു അപ്രൂവൽ റിജക്ഷൻ കമൻറ്റ്സിൽ ഞാനിവിടെ ജസ്റ്റ് അപ്രൂവ്ഡ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുകയാണ്. അപ്രൂവ്ഡ് എന്ന് ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെയുള്ള അപ്രൂവൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സാലറിയും സർവീസ് ഹിസ്റ്ററിയും അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് അൺലോക്ക് ചെയ്തു. ഇനി നമ്മൾ അവിടെ പോയി തിരുത്തണം. അതിന് നമ്മൾ വരേണ്ടത് സർവീസ് മാറ്റേഴ്സിൽ തന്നെയാണ്. സർവീസ് മാറ്റേഴ്സിൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് DDOയുടെ പേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം DDOയുടെ പേജിൽ നിന്നും ഈ വ്യക്തിയുടെ ഇതിലോട്ട് പോകാനായിട്ട് നമ്മൾ ആ ഒരു നെക്സ്റ്റ് എംപ്ലോയി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ജീവനക്കാരൻ്റെ പെൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ ഈ ജീവനക്കാരൻ്റെ പെൻ എൻ്റർ ചെയ്യുക. അങ്ങനെ ആ ജീവനക്കാരൻ്റെ പെൻ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം കൊടുക്കുന്നതോടുകൂടി ഈ ജീവനക്കാരൻ്റെ പേജിലോട്ട് പോകും. അതിൽ നിന്നും ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് നമുക്ക് സർവീസ് ഹിസ്റ്ററി എന്ന് കാണാവുന്നതാണ്. നമ്മൾ സർവീസ് ഹിസ്റ്ററി നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കുക. നമ്മൾ സർവീസ് ഹിസ്റ്ററി ആരംഭിക്കുന്നത് നമ്മൾ സർവീസിൽ പ്രവേശിച്ച തീയതി മുതലാണ് സർവീസ് ഹിസ്റ്ററി ആരംഭിക്കുന്നത്. അത് ഓരോ പോയിൻ്റ് വെച്ച് അത് ബ്രേക്ക് ചെയ്യും. വീണ്ടും അടുത്ത ദിവസം വെച്ച് തുടങ്ങും. എന്ന് പറയാൻ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ നോക്കുവാണെങ്കിൽ 18/5/2015 സർവീസിൽ പ്രവേശിച്ചു. അതിനുശേഷം അത് ബ്രേക്ക് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വ്യക്തിയുടെ ബേസിക് പേ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസ് ചേഞ്ചോ ഈ ഒരു സമയത്തായിരിക്കും ആ ഒരു സർവീസ് ഹിസ്റ്ററി ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തി 18/5/2015 കയറി. ഈ വ്യക്തിക്ക് അടുത്ത ഇൻക്രിമെൻറ്റ് കിട്ടുന്നത് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടുന്നത് 1 വർഷത്തിന് ശേഷമാണ്. അപ്പം 1/5/2016 ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടേണ്ടത്. അപ്പം ഈ ഒരു സർവീസ് ഹിസ്റ്ററി 30/4/2016 ക്ലോസ് ചെയ്യുന്നു. വീണ്ടും 1/5/2016 അടുത്ത സർവീസ് ഹിസ്റ്ററി തുടങ്ങുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ ട്രാൻസ്ഫർ ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം വെച്ച് സർവീസ് ഹിസ്റ്ററി ക്ലോസ് ചെയ്യുന്നു. പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പീരീഡ് തൊട്ടേക്ക് പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന പീരീഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത ദിവസം ജോയിൻ ചെയ്യുന്നെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ ഇടയ്ക്ക് ട്രാൻസിറ്റ് വരും. ആ ഒരു രീതിയിലായിരിക്കും സർവീസ് ഹിസ്റ്ററി ക്രമീകരിച്ചിരിക്കുന്നത്. സർവീസ് ഹിസ്റ്ററി എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം, തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. അതിൽ തുടർച്ചയായിട്ടല്ല എങ്കിൽ നമ്മളിപ്പോൾ ഇനി അൺലോക്ക് ചെയ്ത സാധനം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് സർവീസ് ഹിസ്റ്ററിയുടെ ഒരു കാര്യം. നമ്മൾ ബേസിക്കായിട്ട് ആലോചിക്കുക, സർവീസ് ഹിസ്റ്ററി എപ്പോഴും നമ്മളുടെ ബേസിക് പേ ചേഞ്ചോ ഓഫീസ് ചേഞ്ചോ അനുസരിച്ച് ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ വ്യക്തിയുടെ ഏത് പോയിൻ്റ് മുതലുള്ള സർവീസ് ഹിസ്റ്ററിയാണ് നമ്മൾ തിരുത്തപ്പെടേണ്ടത്. ഈ ഒരു വ്യക്തിക്ക് ഏത് തീയതി പ്രാബല്യത്തിലാണ് സീനിയർ ക്ലർക്കിലോട്ട് പ്രൊമോഷൻ കിട്ടിയതെന്ന് നമ്മളിപ്പോൾ 2-3 തവണയായിട്ട് പറഞ്ഞു. അതായത് 1/11/2025. അപ്പം ആ ഒരു പീരീഡ് വരുന്ന സർവീസ് ഹിസ്റ്ററി എവിടെയാണെന്ന് നമ്മൾ നോക്കുക. ഇവിടെ ഞാനത് നോക്കിയപ്പോഴേക്കും ഈ വ്യക്തിയുടെ സർവീസ് ഹിസ്റ്ററി ഇപ്പം 3 പേജിലായിട്ടാണ്. ഞാനിപ്പം ലാസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഇതിനകത്തൊക്കെ തെറ്റുണ്ട്. അവസാനം നമ്മൾ ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോഴൊക്കെ സ്പാർക്കിൽ സർവീസ് ഹിസ്റ്ററിയിലൊക്കെ തെറ്റ് വരും. അതൊന്നും നോക്കണ്ട, നമ്മളിതെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 23/4/2026 ടു 22/4 എന്നൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോവുക. രണ്ടാമത്തെ പേജിൽ പോയപ്പോഴേക്കും ഈ വ്യക്തിക്ക് പ്രൊമോഷൻ ലഭിച്ച തീയതി വരുന്നൊരു സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് 27/3/2025 ടു 30/11/2025 ഇവിടെ 27/3 തുടങ്ങുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി മറ്റൊരു ഓഫീസിൽ നിന്നും
ട്രാൻസ്ഫറായി 27/3-നാണ് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തത്. അപ്പം അവിടെ വെച്ച് സർവീസ് ഹിസ്റ്ററി ആരംഭിച്ചു. അതിനുശേഷം 30/11/2025 വന്ന് ക്ലോസ് ചെയ്തു. 30/11/2025 ക്ലോസ് ചെയ്യാനുള്ള കാരണം ഈ വ്യക്തിയുടെ ഇൻക്രിമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/12-ആണ്. അപ്പോൾ അവിടെ തൊട്ടിക്ക് പുതിയ സർവീസ് ഹിസ്റ്ററി തുടങ്ങി. അപ്പം നമ്മൾ ഇവിടം തൊട്ട് ഈ ഒരു പോർഷൻ തൊട്ടിക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് തുടങ്ങണം. കാര്യം നമ്മുടെ പ്രൊമോഷൻ ഡേറ്റ് ഇവിടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവസാനം ഓഫീസ് ചേഞ്ച് വന്ന തീയതി 27/3/2025 എന്നത് കണ്ടോ? അവിടെയുള്ള ആ ഒരു സർവീസ് ഹിസ്റ്ററിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വലതുവശത്ത് ആ ഒരു വിവരങ്ങളൊക്കെ നമുക്കവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് ഫ്രം 27/3/2025 നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല. ഡേറ്റ് 2 എന്നത് നമ്മൾ എന്തു ആക്കണം? ഈ വ്യക്തിക്ക് പ്രമോഷൻ ലഭിച്ചത് 1/11/2025 അതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വെച്ച് ആ ഒരു സർവീസ് ഹിസ്റ്ററി നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോഴേക്കും 31/10/2025 വെച്ച് നമ്മൾ ആ ഒരു സർവീസ് ഹിസ്റ്ററി ക്ലോസ് ചെയ്യുക. ബേസിക് പേ ഒന്നും മാറ്റേണ്ടതില്ല. അത് ആ സമയത്ത് 31,100 ആയിരുന്നു. അതിനുശേഷം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും എഫ്-എന്നും എ-എന്നും അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അത് എപ്പോഴാണോ ഉള്ളത് അത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. എഫ്-എന്നും എ-എന്നും നമ്മൾ നിർബന്ധമായിട്ടും അവിടെ കൊടുക്കണം. അപ്പം അത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു സർവീസ് ഹിസ്റ്ററി അവിടെ കറക്റ്റായി. അപ്പോൾ നമ്മൾ ഈ ജീവനക്കാരന് സീനിയർ ക്ലർക്കായി പ്രൊമോഷൻ ലഭിച്ചതിന് തൊട്ട് മുമ്പുള്ള തീയതി വരെ നമ്മളവിടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റാക്കി. ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും അടുത്ത സർവീസ് ഹിസ്റ്ററി വരുന്നത് ഈ വ്യക്തിക്ക് ഇവിടെ നോക്കുമ്പോൾ 1/12/2025 ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ജീവനക്കാരൻ്റെ പഴയ ഇൻക്രിമെൻറ്റ് ഡേറ്റ് 1/12 തീയതിയിലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വന്നത്. അപ്പം നമ്മളിപ്പം 30/31/10/2025 വരെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇനി ആ ഒരു 1/12/2025 മാറ്റിയിട്ട് 1/11/2025 ആവണം. അപ്പം ആ ജീവനക്കാരൻ്റെ സീനിയർ ക്ലർക്കാവുന്ന ആ ഒരു ഡേറ്റ്. അപ്പം അവിടെ നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. വലതുവശത്ത് ആ വിവരങ്ങളൊക്കെ അവിടെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനകത്ത് നമ്മൾ 1/12/2025 മാറ്റി 1/11/2025 ആക്കുക. ടു ഡേറ്റ് 16/4/2026 ആ 16/4/2026 എന്ന് പറയുന്നത് ഈ വ്യക്തി നമ്മൾ ആദ്യം പറഞ്ഞ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫറായി, അതായത് അന്ന് എ-എന്നാണ് ഈ വ്യക്തി ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം അതുവരെ ഉള്ളത് സർവീസ് ഹിസ്റ്ററി അവിടെ വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഡേറ്റ് ഫ്രമിൻ്റെ അവിടെ എഫ്-എൻ ഇടാൻ നമ്മൾ മറക്കരുത്. ആ എഫ്-എന്നിലാണ് ആ സർവീസ് ഹിസ്റ്ററി ആരംഭിക്കുന്നത്. തൊട്ട് താഴെ എ-എൻ ഉണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആ വ്യക്തിയുടെ ഡെസിഗ്നേഷൻ ക്ലർക്ക് എന്നാണ് ആ ഒരു ഭാഗത്ത് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റി സീനിയർ ക്ലർക്കാക്കി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളവിടെ സീനിയർ ക്ലർക്കാക്കുക. സീനിയർ ക്ലർക്കാക്കി അതിന് ശേഷം തൊട്ട് താഴെ ബേസിക് പേ 32,000 ആയിരുന്നു. അത് നമ്മൾ 35,600 ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിച്ച് നമ്മൾ ആ ഒരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു സർവീസ് ഹിസ്റ്ററി അതും കറക്റ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കേണ്ടത് ഇപ്പം നമ്മൾ 16/4/2026 വരെ കറക്റ്റ് ചെയ്തു. ഇനി അടുത്തത് ട്രാൻസിറ്റാണ്. ഈ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു 7 ദിവസം ജോയിനിങ് ടൈം ഉണ്ടായിരുന്നു. അപ്പം 17 മുതൽ 22-ാം തീയതി വരെ ഈ വ്യക്തി ട്രാൻസിറ്റായിരുന്നു. ആ ട്രാൻസിറ്റിലും ഈ വ്യക്തിയുടെ ബേസിക് പേ 32,000 ആണ് കിടക്കുന്നത്. പിന്നെ ക്ലർക്കെന്നുമാണ് കിടക്കുന്നത്. അതും നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വിവരങ്ങൾ കൂടി മാറ്റുക. ഞാനിവിടെ ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വിവരങ്ങളും കൂടി ഇവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ പേജിൽ അതിനുശേഷവും ഈ വ്യക്തിക്ക് സർവീസ് ഹിസ്റ്ററി കിടപ്പുണ്ട്. 23/4/2026 ടു 22/4/2026 ആ ഒരു സർവീസ് ഹിസ്റ്ററി നമുക്ക് ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ സർവീസ് ഹിസ്റ്ററി ലാസ്റ്റ് ഓഫീസ് ചേഞ്ച് ഡേറ്റ് വെച്ച് തീരും. പിന്നീട് അടുത്ത ഏതെങ്കിലും ഇവൻ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അവസാനത്തെ സർവീസ് ഹിസ്റ്ററി വരത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ഇപ്പം ഈ വ്യക്തി ഉദാഹരണത്തിന് ഈ വ്യക്തി ഞാൻ പറഞ്ഞു 16/4 ആ ഓഫീസിൽ നിന്നും റിലീവായി. അതിനുശേഷം പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ വ്യക്തി 16/4 റിലീവായി. അപ്പം അതുവരെ ഒരു സർവീസ് ഹിസ്റ്ററി ഇവിടെ വന്നായിരുന്നു. അതിനുശേഷം ട്രാൻസിറ്റും വന്നു. അതിനുശേഷം പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്ത തൊട്ടുള്ള സർവീസ് ഹിസ്റ്ററി. അതിനുശേഷം ഈ വ്യക്തിക്ക് വരുന്ന ഫസ്റ്റ് ഇവൻ്റ് അത് ചിലപ്പം ഓഫീസ് ചേഞ്ച് ആയിരിക്കാം, ചിലപ്പം ആദ്യ ഇൻക്രിമെൻ്റ് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ മാത്രമേ ആ ഒരു സർവീസ് ഹിസ്റ്ററി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരത്തുള്ളൂ. നമുക്ക് ഈ ഒരു സർവീസ് ഹിസ്റ്ററിയുടെ ആവശ്യമില്ല.
അപ്പം നമ്മൾ ആ ഒരു സർവീസ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുകയാണ്. അതുമല്ല ഇവിടെ തെറ്റാണ്. 23/4/2026 പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തു. അടുത്ത ടു ഡേറ്റ് ഇവിടെ നമുക്ക് അടിക്കാനില്ല. കാര്യം അവിടെ ബ്ലാങ്ക് ഇടാൻ പറ്റത്തില്ല. അവിടെ ആ ഒരു ടു ഡേറ്റ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ആദ്യം ഇൻക്രിമെന്റ് കിട്ടുന്ന സമയമായിരിക്കും. അതുവരെ അടുത്ത ഇൻക്രിമെന്റ് പ്രോസസ്സ് ചെയ്യുമ്പം ഈ ഒരു സർവീസ് ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. നിലവിൽ ഈ സർവീസ് ഹിസ്റ്ററിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ലെഫ്റ്റ് സൈഡിലുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെയുള്ള ആ ഡിലീറ്റ് ബട്ടണിൽ വന്ന് ഞാൻ ആ ഒരു സർവീസ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പോൾ ഈ വ്യക്തിയുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി തിരുത്താനുണ്ട്. ഈ വ്യക്തിയുടെ പ്രസൻറ്റ് സാലറി പോയി ഇൻക്രിമെന്റ് ഡേറ്റ് തിരുത്തണം. ഈ വ്യക്തിയുടെ ഇൻക്രിമെന്റ് ഡേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു 12-ാം മാസമാണ് കിടക്കുന്നത്. അത് നമ്മൾ പ്രസൻറ്റ് സാലറി പോയി തിരുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഏറ്റവും മുകളിലുള്ള പ്രസൻറ്റ് സാലറി നിങ്ങൾക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് പ്രസൻറ്റ് സാലറിയിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഇൻക്രിമെന്റ് ഡേറ്റ് 1/12/2026 നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ്. പക്ഷേ ഈ വ്യക്തിക്ക് 1/11/2025 സീനിയർ ക്ലർക്കായിട്ട് മുൻകാല പ്രാബല്യത്തോട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഈ വ്യക്തിക്ക് അടുത്ത ഇൻക്രിമെന്റ്, കാര്യം 2 ഇൻക്രിമെന്റിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ട് ഈ വ്യക്തിക്ക് പ്രൊമോഷൻ ആയത് മുതൽ 1 വർഷം കഴിഞ്ഞ് മാത്രമേ അടുത്ത ഇൻക്രിമെന്റിന് അർഹതയുള്ളൂ. അപ്പം 1/11/2026 ഈ വ്യക്തിക്ക് അടുത്ത ഇൻക്രിമെന്റ് കിട്ടേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? 1/12/2026 എന്നുള്ള അത് മാറ്റി നമ്മൾ 1/11/2026 ആക്കുക. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് നമ്മൾ ആ ഒരു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ഒരു കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു കാര്യം ചെയ്യുക, ശ്രദ്ധിക്കുക, കൺഫേം ആകുന്നതിന് മുമ്പ് നമ്മൾ DSC ടോക്കൺ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അങ്ങനെ ഈ ജീവനക്കാരൻ്റെ സർവീസ് ഹിസ്റ്ററിയും പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിൽ ഇൻക്രിമെന്റ് ഡേറ്റും ഒക്കെ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റെക്കോർഡ് ഇതെല്ലാം നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന മെനുവിൽ വരിക. അഡ്മിനിസ്ട്രേഷനിൽ ലോക്ക് എംപ്ലോയി റെക്കോർഡിൽ വന്ന് നമ്മൾ ഈ വിവരങ്ങളൊക്കെ ലോക്ക് ചെയ്യുക. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേ കണക്ക് തന്നെ ആ ഒരു എംപ്ലോയിയുടെ പേര് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ഹിസ്റ്ററിയും പിന്നീട് പ്രസൻറ്റ് സാലറിയും അത് നമ്മൾ ടിക്ക് ചെയ്ത് തൊട്ട് താഴെയുള്ള ലോക്ക് ഡേറ്റ കൊടുത്ത് ലോക്ക് ചെയ്യുക. നമ്മളിപ്പം തിരുത്തിയ സർവീസ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ലോക്ക് ആകത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സർവീസ് ഹിസ്റ്ററിയൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഈ വ്യക്തിയുടെ സാലറി അരിയർ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സാലറി അരിയർ പ്രോസസ്സ് ചെയ്യുന്ന അറിയായിരിക്കും. എന്നാലും ഈ ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി ഞാൻ അതും കൂടെ കാണിക്കാം. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ അരിയറിൽ സാലറി അരിയർ എന്ന ആ ഒരു മെനുവിൽ സാലറി അരിയറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം പുതിയ വിൻഡോയിൽ എന്ന് മുതലാണ് ഈ വ്യക്തിക്ക് 11-ാം മാസമാണ് പ്രൊമോഷനായെന്ന് പറഞ്ഞു. 11/2025 ആ ഒരു ഡേറ്റ് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം 2 മന്ത്. ഇതിപ്പം നമ്മൾ ഈ വ്യക്തിയെ 4-ാം മാസമാണ് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടത്. അപ്പം 3-ാം മാസം വരെയുള്ള സാലറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരെയുള്ള അരിയറാണ് ഈ വ്യക്തിക്ക് കിട്ടേണ്ടത്. അപ്പം 3/2026 അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ ഓഫീസ്, DDO കോഡ്, ബിൽ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴത്തെ ഓപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു PF എന്നത് നമ്മൾ നോ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള സെലക്ട് എംപ്ലോയീസിൽ നിന്നും നമ്മൾ ഈ ഒരു ജീവനക്കാരൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് കുറച്ച് 6 മിനിറ്റോളം പ്രോസസ്സ് വേണമെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ റിഫ്രഷ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ജോബ് കംപ്ലീറ്റ് ആയതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മെസ്സേജ് കണ്ടു. ഇനി ആ ഒരു ബില്ല് പോയി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിനായിട്ട് സാലറി മാറ്റേഴ്സിലാണ്. സാലറി മാറ്റേഴ്സിൽ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ അരിയറിൽ സാലറി അരിയർ ബിൽ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അത് കണക്ക് തന്നെ പ്രോസസ്ഡ് ഇയറും പ്രോസസ്ഡ് മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് നമ്മളിപ്പം പ്രോസസ്സ് ചെയ്ത ബില്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിൽ ആദ്യം കിടക്കുന്ന ബില്ലാണ് നമ്മളിപ്പം പ്രോസസ്സ് ചെയ്തത് 24/4/2026. അതിൻ്റെ വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇന്നർ ബില്ല് നോക്കി നമുക്ക് ഈ ജീവനക്കാരൻ്റെ അരിയർ വിവരങ്ങളൊക്കെ പരിശോധിക്കാവുന്നതാണ്. കറക്റ്റാണ്, അരിയർ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഒരു ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന കണക്ക് ഒരു മേക്ക് ചെയ്യുക. അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വന്ന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ബില്ല് സബ്മിറ്റ് ചെയ്ത് ഈ ജീവനക്കാരൻ്റെ അരിയർ നമുക്ക് മാറിക്കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ. നമ്മൾ ഒന്നും കൂടെ പറയാം, ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ജീവനക്കാരൻ പ്രൊമോഷൻ ലഭിച്ച് മറ്റൊരു സ്ഥാപനത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തൊരു ജീവനക്കാരൻ്റെ പ്രൊമോഷനോട് എൻ്റർ ചെയ്തു. ആ ജീവനക്കാരൻ നമ്മൾ സ്പാർക്കിൽ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം പുതിയ ഓഫീസിൽ എങ്ങനെ ജോയിൻ ചെയ്തു, പേ ഫിക്സേഷൻ ചെയ്തു. പേ ഫിക്സേഷൻ വന്നപ്പോൾ
ആ ഒരു എഫക്റ്റീവ് ഡേറ്റിലൊരു ഇത് വന്നതുകൊണ്ട് ഈ ജീവനക്കാരൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ പോയി അതെങ്ങനെ കറക്റ്റ് ചെയ്തു, സാലറി അരിയർ എങ്ങനെ പ്രോസസ്സ് ചെയ്തു തുടങ്ങി എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മളതിന് മറുപടി നൽകുന്നതായിരിക്കും. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.